കഴിഞ്ഞ കാലത്ത് 2-2.5 മാസമാണ് കൂടുതൽ ഇപ്പോൾ പൊടിയുടെ ശല്യം തുടങ്ങിയിട്ട്. മഴ വരുമ്പോൾ ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ ചെളിയാവും. ചെളിയാകുമ്പോഴേക്ക് ഈ കടയിലേക്ക് തിരിച്ചു കയറും. വെള്ളം കൊണ്ട് കൊടുത്തുകൊണ്ട് ഈ വഴിയെ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സാഹചര്യം. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ കൊച്ചൊരു ശ്വാസം മുട്ടലേറ്റിയാണ്. പക്ഷേ കടയിലൊക്കെ ഇവിടെ ഇരിക്കും ഭയങ്കര പൊടി അങ്ങോട്ട് കയറി വരുന്നത്. ഭയങ്കര ശ്വാസം മുട്ടലാണ്. ശ്വസിക്കുന്ന മുഴുവനും പൊടിയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തോ അതിൻ്റെ വേണ്ട നടപടി സ്വീകരിച്ച് ജനത്തിന് പ്രയോജനപ്പെടുന്ന ഒരു അവസ്ഥ ചെയ്തു കൊള്ളുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറുപ്പുന്നറ ഇടയാർ റോഡിലാണ്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ അനേകം ടിപ്പറുകൾ ഇങ്ങനെ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെ മണ്ണെടുക്കാനും പാറയെടുക്കാനും പോകുന്ന ടിപ്പറുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊരു ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ ടിപ്പർ പോലെയുള്ള വലിയ വണ്ടികൾ ഇതുവഴി കടന്നു പോകുമ്പോൾ രൂക്ഷമായ പൊടിയും അതുപോലെ തന്നെ ടിപ്പറിൽ നിന്ന് അടർന്നു വീഴുന്ന പാറക്കഷ്ണങ്ങളുമാണ് ഇവിടെ അടുത്തുള്ള കടകളിലും വീടുകളിലേക്കുമൊക്കെ കയറുന്നത്. ഇത് കാരണം ഇവിടുത്തെ കടക്കാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം ഒരു സാധനവും അവർക്ക് വിൽക്കാൻ കഴിയില്ല. ഇതിനകത്ത് അപ്പാടെ മൊത്തം പൊടിയായി പിന്നെ പാറക്കഷ്ണങ്ങളും മറ്റും കടകളിലേക്ക് തെറിച്ചു കയറി അങ്ങനെ മൊത്തത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അവരുടെ കഷ്ടതകൾ എന്താണ്, അതുപോലെ തന്നെ ഈ രൂക്ഷമായ പൊടിശല്യം കൊണ്ടവർ ബുദ്ധിമുട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ. സുഹൃത്തുക്കളെ, ഈ വഴി നടക്കാൻ മേലത്തൊരവസ്ഥയില്ല. അത് കല്ലറയുടെ ഹൃദയഭാഗമാണ് ഇവിടെ. ടിപ്പറുടെ ശല്യം കാരണം പൊടി കൊണ്ട് ഒരേ അടി ഇവിടെ നടക്കാൻ മേലത്തൊരവസ്ഥയിലാണ്. ഇവിടെയുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ള കടക്കാർക്ക് അതിൽ കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കണം. കടയ്ക്കകത്തൊരു കാര്യം ചെയ്യാനെടുക്കാനോ ആ കടയ്ക്കകത്തിരിക്കുന്ന സ്റ്റാഫിന് ആഹാരം പോലും കഴിക്കാൻ മേലാത്ത സ്റ്റേജിലാണ് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തോ അതിൻ്റെ വേണ്ട നടപടി സ്വീകരിച്ച് ജനത്തിന് പ്രയോജനപ്പെടുന്ന ഒരു അവസ്ഥ ചെയ്തു കൊള്ളുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര നാളായി ഇങ്ങനെ ഒരു പ്രശ്നം തുടങ്ങിയിട്ട്? നിലവിൽ ഇങ്ങനൊരു പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 4-5 മാസം അടുപ്പിച്ചായി. അതായത് കൂടുതലിപ്പം ഈ കഴിഞ്ഞ കാലത്ത് 2-2.5 മാസമാണ് കൂടുതൽ ഇപ്പോൾ പൊടിയുടെ ശല്യം തുടങ്ങിയിട്ട്. മഴ വരുമ്പോൾ ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ ചെളിയാവും. ചെളിയാകുമ്പോഴേക്ക് ഈ കടയിലേക്ക് തിരിച്ചു കയറും. വെള്ളം കൊണ്ട് കൊടുത്തുകൊണ്ട് ഈ വഴിയെ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സാഹചര്യം. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി മേലുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട മേലധികാരികൾ മനസ്സിലാക്കി ചെയ്താൽ ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും പരാതിപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും? ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പറച്ചിലല്ലാതെ പ്രായോഗികമാകുന്നില്ല. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധപ്പെടുത്തുകയും ഇത് ചെയ്താൽ കൊള്ളാമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇതിപ്പം ഇടതടവില്ലാതെ ഇങ്ങനെ ടിപ്പറുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലേ? ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയം കൊണ്ട് ഇപ്പോൾ 3ാമത്തെ ട്രിപ്പറാണ് പോകണത്. ഇതേ അവസ്ഥയിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്താൽ കൊള്ളാൻ ഞങ്ങൾക്ക് വളരെ ഉണ്ട്. ഇപ്പം ഇത് രാവിലെ കഴുകിയ വണ്ടിയാണ് ഈ ബൈക്ക്. ഇതൊരു 10 മിനിറ്റ് ഇതിലെ പോയിക്കുമ്പോൾ ഈ വണ്ടി നിറച്ച് പൊടിയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ വളവ് വീശുകയും ഈ സ്കൂളിൻ്റെ പരിസരവും ഈ കഴിഞ്ഞ ദിവസം തന്നെ സ്കൂളിലേക്ക് പിള്ളേർക്ക് പോലും പോകാൻ മേലാത്ത അവസ്ഥയായി. ടിപ്പറെ മണ്ണുമായിട്ട് പോയിട്ട് അവിടുത്തെ നിന്ന് മണ്ണും ചെളിയും കൂടെ മണ്ണ് പുറത്തോട്ട് വീണിട്ട് പിള്ളേർ അവസാനം നാട്ടുകാരുടെ ശ്രദ്ധപ്പെടുന്ന നാട്ടുകാർ കോരി മാറ്റേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലുണ്ട്. കല്ലും മണലും കൂടെ തെറിച്ച് വിട്ടിട്ട് സ്കൂളിലാണെന്നുള്ള ഒരു മര്യാദ പോലും ടിപ്പറുകാരും കാണിക്കുന്നില്ല. അപ്പോൾ അത് അവരെ ശ്രദ്ധപ്പെടുത്തണം. അല്ലെങ്കിൽ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിച്ച് ജനത്തിന് പ്രായോഗികമാകുന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളുന്ന ഒരു അപേക്ഷയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ക്ലീനിങ് ചെയ്ത രൂപ കൊടുത്തു. ഇത് കണ്ടോ ഒരു സാധനങ്ങൾ കൊടുക്കുക. അത് കണ്ടോ വെള്ളമുണ്ട് എടുത്ത് നിൽക്കാൻ പറ്റാം. അതുകൊണ്ടാണ് കരിമുണ്ട് എടുത്തിരിക്കുന്നത്. എന്താ ചേച്ചി ഇവിടുത്തെ പ്രശ്നങ്ങൾ? ഇവിടുത്തെ എല്ലാം പോകുന്നുണ്ട്. ഭയങ്കര പൊടി ശല്യമാണ്. പിന്നെ ഈ ചേച്ചിയാണെങ്കിൽ ഒരു ക്യാൻസർ രോഗിയാണ്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ കൊച്ചൊരു ശ്വാസം മുട്ടലേറ്റിയാണ്. പക്ഷേ കടയിലൊക്കെ ഇവിടെ ഇരിക്കും ഭയങ്കര പൊടി അങ്ങോട്ട് കയറി വരുന്നത്. ഭയങ്കര ശ്വാസം മുട്ടലാണ്. ശ്വസിക്കുന്ന മുഴുവനും പൊടിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇപ്പം എത്ര നാളായി ഇങ്ങനെ ഒരു പ്രശ്നം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 5-6 മാസത്തോളമായി. 5-6 വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ ടോർസാണ് കൂടുതലും ഇവിടെ വരുമ്പോഴത്തേന് ഭയങ്കര ശല്യമായിട്ട് വരുന്നത്. കടകളിൽ ഫുള്ള് പൊടി അടിച്ച് കയറുന്നുണ്ട്. ഭയങ്കര പൊടിയോ കടകളിലെല്ലാം. ഇവിടുത്തെ ജനങ്ങളുടെ കഷ്ടതകൾ നമ്മൾ ചോദിച്ചറിഞ്ഞതുപോലെ ഈ പൊടിശല്യവും ഈ ടിപ്പറുകൾ മൂലമുള്ള പൊടിശല്യം കാരണം അവർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആസ്മയും ശ്വാസം മുട്ടൽ പോലെയുള്ള മാരക അസുഖങ്ങളുള്ളവരാണ് ഇവിടെ കട നടത്തുന്നത്. അവർക്കൊക്കെ ഈ പൊടിശല്യം ഒരു രൂക്ഷമായൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്.
ഇതിന് അധികാരികളും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരും കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്.